ആദമിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു ഏകനായിരിക്കുന്നത് നന്നല്ല. आदम को देखकर परमेश्वर ने कहा तू अकेले रहना ये अच्छी बात नहीं है. അതിനെന്താ ദൈവം ചെയ്തത്? इसलिए परमेश्वर ने क्या किया? അവന്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. आदम के साथ सदा समय रहने के लिए परमेश्वर ने एक स्त्री को बना कर दी. ഇനി എൻ്റെ ചോദ്യം, अभी मेरा सवाल, ഈ സ്ത്രീക്ക് ആരുടെ സ്വരൂപമാ? इस स्त्री के अंदर किसका स्वरूप है? ആദമിന്റെ സ്വരൂപം എന്നല്ല പറഞ്ഞേ. आदम का स्वरूप ऐसा नहीं कहा. ആമേൻ. ദൈവം പറഞ്ഞു അവരെ ആണും പെണ്ണുമായി സൃഷ്ടിക്കണം, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. परमेश्वर ने कहा कि हम उन्हें पुरुष और स्त्री करके बनाएं, सृष्टि करेंगे और वो हमारे स्वरूप और हमारे जो है रूप में वो रहेंगे. അപ്പൊ എൻ്റെ ചോദ്യം, मेरा सवाल, ആദമിന്റെ സ്വരൂപമല്ല ഹവ്വയ്ക്ക് ദൈവത്തിന്റെ സ്വരൂപം. हवा को आदम का स्वरूप नहीं है पर परमेश्वर का स्वरूप दिया गया है. ആദം ഹവ്വയെ കാണുമ്പോൾ എപ്പോഴും ആരെ ഓർക്കണം? तो आदम जब भी हवा को देखेगा तो वो उसे किसकी याद आनी चाहिए? ദൈവത്തെ കുറിച്ച്. परमेश्वर के बारे में. ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ബന്ധം നോക്കിക്കേ. परमेश्वर को उस मनुष्य के साथ जो रिश्ता है उस पर ध्यान दीजिए. അപ്പോൾ ദൈവം ആഗ്രഹിച്ചതെന്താ? മനുഷ്യർ തമ്മിൽ തമ്മിൽ കാണുമ്പോഴും അവർ ആരെ കാണണം? ദൈവത്തെ കാണണം. परमेश्वर की ये इच्छा थी कि मनुष्य जब आपस में भी देखेंगे तो वो किसको देखे? वो परमेश्वर को देख पाए. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. एक उदाहरण मैं दूंगा. ദൈവത്തിന്റെ കൂടെ 40 ദിവസം മോശ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ परमेश्वर के साथ 40 दिन मूसा पर्वत पर बैठने के बाद जब नीचे उतर आया, മോശയുടെ മുഖം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു. मूसा का मुख जो है परमेश्वर के तेज से भर गया. ജനം കണ്ടതെന്താ? लोगों ने क्या देखा? മോശയെ കണ്ടെന്നല്ല പറയുന്നത്. ऐसा नहीं कहा कि मूसा को देखा. മോശയുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. मूसा के मुख को परमेश्वर के स्वर्गदूत के जैसे देखा. അതിന്റെ കാരണം എന്താ? उसका कारण क्या? അവർക്ക് ദൈവത്തെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. क्योंकि उन्होंने अभी तक परमेश्वर को नहीं देख पाए. മോശയെ ഇറക്കി വിട്ട് ദൈവം കാണിക്കാൻ ആഗ്രഹിച്ച ദൈവത്തെയാ. मूसा को वहां से उतार कर लाया. परमेश्वर ये दिखाना चाहता था कि परमेश्वर कैसे दिखता है. മോശയുടെ മുഖത്ത് വന്നത് ദൂതന്റെ തേജസ്സല്ല. मूसा के मुख पर कोई स्वर्गदूत का महिमा नहीं आया. പകരം മോശയുടെ മുഖത്ത് വന്നത് ദൈവത്തിന്റെ തേജസ്സാ. और मूसा के मुख पर परमेश्वर का तेज आया. യേശു കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് കൈമാറിയ തേജസിന്റെ നിഴലാണ് മോശയുടെ മുഖത്ത് വന്നത്. नए करार में यीशु मसीह ने कलीसिया को जो महिमा दिया है उस तेज की परछाई मूसा के मुख पर പുതിയ നിയമത്തിലെ സഭയുടെ മഹത്വം എന്ന് പറയുന്നത് തേജസ് എന്ന് പറയുന്ന കർത്താവാ. नए करार के कलीसिया का तेज मतलब वो प्रभु यीशु मसीह है. അപ്പൊ യേശുവിന്റെ മഹത്വത്തിന്റെ നിഴലാണ് മോശയുടെ മുഖത്ത് കണ്ടത്. तो यीशु मसीह के महिमा का परछाई मूसा के मुख पर हमने देखा. അപ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വം ജനം കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവര് പറയുന്നത് ദൂതന്റെ മഹത്വമാണെന്ന്. तो ये लोग परमेश्वर के महिमा को देखना चाहते थे पर वो कह रहे हैं कि ये स्वर्गदूत का तेज है. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ. तो सोचिए, ആദം എപ്പോഴും ഹവ്വയെ കാണുമ്പോൾ ഹവ്വയിൽ ദൈവത്തിന്റെ സ്വരൂപം കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചു. तो आदम जब भी हवा को देखेगा परमेश्वर की ये इच्छा था कि हवा के अंदर के परमेश्वर के स्वरूप को वो देख पाए. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും അബ്രഹാം ദൈവത്തെ മറക്കാൻ പാടില്ല. ഇതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. और इसका अर्थ जो है अब्राहम कभी भी परमेश्वर को भूल ना पाए, ये थी परमेश्वर की इच्छा. ആദമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആദമിനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ മുഖം ആദമിന്റെ കണ്ണിലുണ്ട്. आदम से बातें करने वाला, आदम के साथ जो है मिलजुलने वाला वो परमेश्वर का मुख उसके सामने है. ആ മുഖം അകത്തുള്ള ആദം
എന്തുകൊണ്ട് ഹവ്വ സംസാരിച്ചപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ഓർത്തില്ല? ये मुख जिस आदम के अंदर है, जब उस हव्वा ने बात किया, आदम ने उस हव्वा को समझ क्यों नहीं पाया? वो അവൻ ഹവ്വയിൽ കാണുന്നത് ദൈവത്തിൻ്റെ മുഖമല്ല. क्योंकि आदम हव्वा के अंदर परमेश्वर के मुख को नहीं देख रहा. ദൈവത്തെ ഓർക്കേണ്ട സമയത്ത് അവൻ ഓർത്തില്ല. वो परमेश्वर को जब याद करना था, उसने याद नहीं किया. ദൈവത്തെ ഓർത്തായിരുന്നുവെങ്കിൽ ദൈവശബ്ദത്തെ അവൻ ഓർത്തേനെ. अगर उसने परमेश्वर को याद किया होता तो वो परमेश्वर की आवाज को भी याद किया होता. എന്നാൽ അവൻ ദൈവത്തെ ഓർത്തു എപ്പോഴാണെന്നറിയോ? വെയിലറിയപ്പോൾ. पर उसने परमेश्वर को याद किया कभी? शाम के समय पर. ദൈവം തോട്ടത്തിൽ ഇല്ലാഞ്ഞപ്പോൾ അവൻ ദൈവത്തെ ഓർത്തില്ല. परमेश्वर जब वाटिका में नहीं थे तभी उसने परमेश्वर को नहीं याद किया. ദൈവം ആക്ഷരികമായി തോട്ടത്തിൽ ഇല്ലാത്തപ്പോഴും ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഹവ്വയെ കൊടുത്തത്. परमेश्वर जब व्यक्त रूप से वास्तविकता में वाटिका में नहीं है, तभी भी उस परमेश्वर को याद करने के लिए आदम को हव्वा दी गई थी. ആമേൻ. आमेन. അങ്ങനെയെങ്കിൽ वैसा है तो ആദം ഹവ്വയോട് അകന്നിരുന്ന സമയവും ഹവ്വ ആദമിനോട് അകന്നിരുന്ന സമയത്തിനിടയിൽ അവർ ദൈവത്തെ മറന്നു. आदम हव्वा से जब दूर था और हव्वा जब आदम से दूर था, उस समय में वो परमेश्वर को भूल गए. അവർ ഒരുമിച്ചിരിക്കണമെന്ന് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. इसके लिए परमेश्वर ने कहा कि उन दोनों को एक साथ रहना है. ഒന്നുകൂടെ പറഞ്ഞാൽ और गहराई അവർ പിരിയരുതെന്ന് പറഞ്ഞ എന്തിനാ? वो अलग ना हो, ये क्यों कहा गया था? ദൈവത്തെ ഒരിക്കലും മറക്കാതിരിക്കാൻ, ताकि वो परमेश्वर को कभी भूल ना पाए, ദൈവത്തെ തിരസ്കരിക്കാതിരിക്കാൻ. ताकि वो परमेश्वर का कभी तिरस्कार ना कर पाए. ആദം ഹവ്വയിൽ നിന്ന് അകന്നിരുന്നപ്പോൾ, ഹവ്വ ആദമിൽ നിന്ന് അകന്നിരുന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദത്തെ മറന്നു. जब आदम हव्वा से दूर रहा और जब हव्वा आदम से दूर रहा, वो परमेश्वर के बारे में भूल गए. उसका मतलब वो परमेश्वर के वाणी के बारे में भूल गए. ഇപ്പൊ നമ്മളിലേക്കൊന്നും തിരിഞ്ഞു നോക്കിക്കേ. हम अपने आप के और जरा मुड़ के देखेंगे. കർത്താവ് നമ്മളിലുണ്ട്. परमेश्वर हमारे अंदर है. കർത്താവ് നമ്മുടെ കൂടുണ്ട്. परमेश्वर हमारे साथ है. പലപ്പോഴും നമ്മൾ അത് ഓർക്കാതെ ജീവിക്കുന്നത്. बहुत बार हम उसे याद रखे बिना जी रहे. നമ്മൾ കർത്താവിനെ ചിന്തിക്കുന്നേ ഇല്ല. हम परमेश्वर के बारे में सोच भी नहीं रहे. കർത്താവിനെ ചിന്തിക്കാഞ്ഞതുകൊണ്ട് അവന്റെ ശബ്ദങ്ങളെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. परमेश्वर के बारे में हम सोच नहीं रहे, इसलिए हम उसके आवाज के वाणी के बारे में भूल जाते हैं. എത്രത്തോളം ദൈവശബ്ദം നമ്മൾ മറക്കുന്നോ അത്രത്തോളം നമ്മൾ തോൽക്കാൻ സാധ്യത കൂടുതലാണ്. जितना ज्यादा परमेश्वर के वाणियों को हम भूल जाएंगे, उतना ज्यादा हारने की संभावनाएं हमारे अंदर ज्यादा है. എന്ന് പറഞ്ഞാൽ എത്രത്തോളം നീ ദൈവത്തെ ഓർക്കാതിരിക്കുമോ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമോ അത്രത്തോളം നിനക്ക് തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. जितना ज्यादा आप परमेश्वर के बारे में याद नहीं रखोगे, जितना ज्यादा आप परमेश्वर के बारे में सोचना छोड़ दोगे, उतना ज्यादा आपके अंदर हारने की संभावनाएं ज्यादा है. ദൈവത്തിന്റെ കൊതി എന്താ? परमेश्वर की इच्छा क्या है? 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ അവനിലായിരിക്കണം. അവനെ ഓർത്ത് അവനെക്കുറിച്ച് ചിന്തിച്ച് അവനോടൊപ്പം ആയിരിക്കണം. परमेश्वर की ये इच्छा है कि 24 घंटे 365 दिन हम इस परमेश्वर में निवास करें, उस परमेश्वर के बारे में सोचते रहे, हमारी सोच सब उस पर ही केंद्रित रहे. ആമേൻ.